നെക്സ്റ്റ് നമുക്ക് ഇൻഷുറൻസ് എന്നുള്ള ചാപ്റ്ററിൽ നോക്കാനുള്ളത് കൺസിഡറേഷൻ ഫോർ ആനുറ്റി ഗ്രാൻറ്റഡ് എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇയറിൻ്റെ തുടക്കത്തിൽ തന്നെ ലംസമായിട്ട് മുഴുവൻ എമൗണ്ടും ഇൻഷുറൻസ് കമ്പനി റിസീവ് ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് കൺസിഡറേഷൻ ഫോർ ആനുറ്റീസ് ഗ്രാൻറ്റഡ് എന്ന് പറയുന്നത്. അത് റവന്യൂ അക്കൗണ്ടിൽ അതർ ഇൻകത്തിലാണ് കാണിക്കുക. ഇനി റീഇൻഷോർഡിൻ്റെ ആനുറ്റി അതിൻ്റെ കൺസിഡറേഷനാണ് ഒരു വർഷം ബിഗിനിങ്ങിൽ റിസീവ് ചെയ്യുന്നതെങ്കിൽ, റീഇൻഷോർഡിൻ്റെ ആണെങ്കിൽ അത് ടോട്ടൽ കൺസിഡറേഷനിൽ നിന്ന് മൈനസ് ചെയ്തിട്ട് ഡിഡക്റ്റ് ചെയ്തിട്ട് നെറ്റ് എമൗണ്ട് വേണം റവന്യൂ അക്കൗണ്ടിൽ കാണിക്കാൻ. നെക്സ്റ്റ് ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഇൻകം ഫ്രം ഇൻവെസ്റ്റ്മെൻറ്റും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സോഴ്സാണ്. ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക് ഇൻകം വരുന്ന മെയിൻ ആയിട്ടുള്ള ഒരു സോഴ്സാണ് ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്നുള്ള വരുമാനം എന്ന് പറയുന്നത്. നമ്മൾ ഏതെങ്കിലും സെക്യൂരിറ്റീസിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ഡിവിഡൻറ്റോ അല്ലെങ്കിൽ ഇൻട്രസ്റ്റോ കമ്പനിക്ക് കിട്ടുന്ന വരുമാനമാണ്. അതേപോലെ തന്നെ ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ട്, ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, അതിൽ നിന്ന് കിട്ടുന്ന റെൻറ്റ്, അത് ഇൻകം ആണ്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് തിരിച്ചെടുക്കുകയാണ്, അപ്പോൾ ആ ഇൻവെസ്റ്റ്മെൻറ്റിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് നമുക്ക് തിരിച്ചു കിട്ടും. അപ്പോൾ തിരിച്ചു കിട്ടുമ്പോൾ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്തതിനേക്കാളും കൂടുതൽ കിട്ടാം. അല്ലെങ്കിൽ നമ്മൾ ആ ഇൻവെസ്റ്റ്മെൻറ്റ് സെയിൽ ചെയ്യാണ്, അപ്പോൾ കിട്ടുന്ന പ്രോഫിറ്റ്, അതൊക്കെ ഇവർക്ക് വരുന്ന ഇൻകം തന്നെയാണ്. പിന്നെ ഷെഡ്യൂൾ 2, ഇതൊക്കെ ഷെഡ്യൂൾ 1-നകത്തുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് പ്രീമിയം ഒക്കെ പറഞ്ഞത്. ഇനി ഷെഡ്യൂൾ 2-നകത്ത് കമ്മീഷനാണ് വരുന്നത്. ലൈഫ് ഇൻഷുറൻസ് കമ്പനിയുടെ മേജർ ആയിട്ടുള്ള ഒരു എക്സ്പെൻസ് ആണ് കമ്മീഷൻ എന്ന് പറയുന്നത്. പോളിസി ഹോൾഡേഴ്സ് പ്രീമിയം പേ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇയറിലെ അല്ലെങ്കിൽ റിന്യൂവൽ പ്രീമിയം എന്താണെന്ന്, അല്ലെങ്കിൽ സിംഗിൾ പ്രീമിയം, 3 തരത്തിലാണല്ലോ പ്രീമിയം പറഞ്ഞത്. ബിഗിനിങ്ങിൽ തന്നെ സിംഗിൾ പ്രീമിയം പറഞ്ഞാൽ മൊത്തമായിട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ഇയറിൽ ആദ്യം കൊടുക്കുന്ന പ്രീമിയമാണ് ഫസ്റ്റ് ഇയർ പ്രീമിയം എന്ന് പറയുന്നത്. പിന്നെ റിന്യൂവൽ, പിന്നെ അത് പുതുക്കിക്കൊണ്ടേയിരിക്കുക. അപ്പോൾ കമ്മീഷൻ ഏജൻസിന് പേ ചെയ്യും. അപ്പോൾ കമ്മീഷൻ ഇൻഷുറൻസ് കമ്പനി ഏജൻസിന് പേ ചെയ്യുന്ന സമയത്ത് അത് മേജർ ആയിട്ടുള്ള ഒരു എക്സ്പെൻസസ് ആണ് ലൈഫ് ഇൻഷുറൻസ് കമ്പനിക്ക്. അതിൻ്റെ ഡീറ്റെയിൽസ് ഷെഡ്യൂൾ 2-നകത്താണ് കാണിക്കുക. അതേപോലെ തന്നെ കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് അക്സെപ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് പറയുന്നുണ്ട്. റീ ഇൻഷുറൻസ് അക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനി കമ്മീഷൻ കൊടുക്കാറുണ്ട്. സോ അതും കമ്പനീനെ സംബന്ധിച്ചിട്ട് എക്സ്പെൻസസ് തന്നെയാണ്. അതും കമ്മീഷൻ പെയ്ഡ് ആ ഒരു കാറ്റഗറിയിലാണ് ആഡ് ചെയ്യുക. റവന്യൂ അക്കൗണ്ടിനകത്താണ് കാണിക്കുക. ഇനി അതേപോലെ തന്നെ നെക്സ്റ്റ് കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് എഡഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതിനകത്ത് മറ്റ് ഇൻഷുറൻസ് കമ്പനികളിൽ നിന്ന് കമ്മീഷൻ റിസീവ് ചെയ്യുകയാണ് ഇൻഷുറൻസ് കമ്പനി എങ്കിൽ അതാണ് ഈ കമ്മീഷൻ ഓൺ റീ ഇൻഷുറൻസ് എഡഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നത്. അതും ഇൻകം തന്നെയാണല്ലോ, റവന്യൂ അക്കൗണ്ടിലാണ് കാണിക്കുക. ഷെഡ്യൂൾ 2-ൽ നമ്മൾ കമ്മീഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ടോട്ടൽ കമ്മീഷനിൽ നിന്ന് ഇത് ലെസ് ചെയ്യുകയാണ് ചെയ്യാറ്. റീ ഇൻഷുറൻസ് എന്താണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇൻഷുറർ അദ്ദേഹത്തിൻ്റെ റിസ്ക് റിഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ റിസ്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത്, വേറൊരാൾക്കും കൂടെ ആ റിസ്ക് സ്പ്രെഡ് ചെയ്യുക. അതിനെയാണ് റീ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. ഇൻഷുറർ ഹൂ റീ ഇൻഷുവേഴ്സ് ദ റിസ്ക്, ആ റിസ്ക് റീ ഇൻഷുർ ചെയ്യുന്ന ഇൻഷുററിനെ നമ്മൾ ഒറിജിനൽ ഇൻഷുറർ എന്നും, ആരാണോ ആ റിസ്ക് റിസീവ് ചെയ്യുന്നത് അയാളെ റീ ഇൻഷുറർ എന്നുമാണ് പറയുക. സാധാരണ റിസ്ക് കൂടുതലുള്ള കാറ്റഗറിയിൽ, അതായത് ബിഗ്ഗർ റിസ്ക് കൂടുതലാണെങ്കിൽ ഇങ്ങനെ റീ ഇൻഷുറൻസിനുള്ളൊരു ഇത് അപ്ലൈ ചെയ്യാറുണ്ട്. അതല്ല പ്രോഫിറ്റ് കൂടുതൽ ഏൺ ചെയ്യാൻ വേണ്ടിയിട്ട് ആളുകൾ ഈ റീ ഇൻഷുറൻസ് യൂസ് ചെയ്യാറുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ഷെഡ്യൂൾ 3 ആണ്. അതിനകത്ത് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിനകത്ത് സ്റ്റാഫ് സാലറി ഒക്കെയാണ് വരിക. വെൽഫെയർ ബെനിഫിറ്റ്സ്, അങ്ങനെയുള്ള ട്രാവലിംഗ് എക്സ്പെൻസസ്, ട്രെയിനിങ് എക്സ്പെൻസസ്, റെൻറ്റ്, റേറ്റ്സ് ആൻഡ് ടാക്സസ്, റിപ്പയേഴ്സ്, ഡിപ്രീസിയേഷൻ, ഓഡിറ്റേഴ്സ് ഫീസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഓപ്പറേറ്റിംഗ് എക്സ്പെൻസസിൽ വരിക. അത് നമ്മൾ ഷെഡ്യൂൾ 3-കകത്താണ് കാണിക്കുക. അതിനകത്തൊരു പ്രത്യേകം പറയുന്നുണ്ട്, ഇറ്റ് ഷുഡ് ബി നോട്ടഡ് ദാറ്റ് ഐറ്റംസ് ഓഫ് എക്സ്പെൻസസ് ഇൻ എക്സസ് ഓഫ് 1% ഓഫ് നെറ്റ് പ്രീമിയം ഓർ ₹5 lakh വിച്ച് എവർ ഈസ് ഹയർ ഷാൽ ബി ഷോൺ സെപ്പറേറ്റ്ലി. ടോട്ടൽ നെറ്റ് പ്രീമിയം ഉണ്ടല്ലോ, അതിൻ്റെ 1%-നേക്കാളും കൂടുതലോ അല്ലെങ്കിൽ 5 ലക്ഷം, ഇതിലേതാണോ കൂടുതൽ വരുന്നത്, എക്സ്പെൻസിൻ്റെ എമൗണ്ട് ഇതിലേതാണോ കൂടുതൽ വരുന്നത് അത് സെപ്പറേറ്റ് ആയിട്ട് കാണിക്കണം എന്നാണ് പറയുന്നത്. പിന്നെ ഷെഡ്യൂൾ 3 കഴിഞ്ഞു. ഇനി ഷെഡ്യൂൾ 4 ആണ് പറയാനുള്ളത്. അതിനകത്തൊരു പ്രോബ്ലം ചെയ്യാനുണ്ട്.